വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ സർക്കാർ അനുമതി കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയാണ്. അടുത്ത മന്ത്രിസഭയിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ചർച്ച ചെയ്യും. അദാനിയുമായുള്ള ഡീൽ ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ തുടർ നടപടി നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, പ്രതിപക്ഷത്തു നിന്നും ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു, പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയല്ലേ ഈ ഒരു ചർച്ചയ്ക്കായി മുൻകൈ എടുക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ ഒരു തുടർ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവുക? തീർച്ചയായും ഇത് വലിയ ജാഗ്രതയും കരുതലുമാണ് ഈ ഒരു വിഷയത്തിൽ സർക്കാർ അവലംബിക്കുന്നത്. കാരണം അങ്ങനെ ജാഗ്രതയോടും കരുതലോടും മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ഇതിനകത്തൊരു വലിയ വിവാദങ്ങളൊന്നും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാരണം സർക്കാരിന് അധികാരമേറ്റ ഒരു മാസത്തിലെ ഏറ്റവും വലിയൊരു വിഷയമായി, കാരണം ഇത് നാടിനപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിലൊക്കെ ഇത് മാറുന്നു. പ്രതിപക്ഷം അത് തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി ഒരു സഭയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ ഇത് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഒരേ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മേൽ സമ്മർദ്ദമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി പോലും സമ്മർദ്ദം ഏൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ മുഖ്യമന്ത്രി നിലപാട് നിയമസഭയിൽ പറഞ്ഞതാണ്. ഇതിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങളുണ്ട്. ആ 5 നിർദ്ദേശങ്ങൾ വ്യവസ്ഥകൾ ഊന്നി മാത്രമേ അനുമതി നൽകുകയുള്ളൂ അദാനി കമ്പനിക്ക്. ആ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എംപവേർഡ് കമ്മിറ്റിയൊക്കെ സർക്കാർ തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ്. ഈ എംപവേർഡ് കമ്മിറ്റി ഇതിന് സമഗ്രമായ പരിശോധന നടത്തും. അതായത് ഇവർ കരാർ സംബന്ധിച്ച് സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു ആദ്യം. പിന്നീട് ആ കത്ത് വീണ്ടും പുതുക്കി നൽകി. അതിനുശേഷം ഒരു വിശദീകരണ കുറിപ്പൊക്കെ ഇറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ്. അപ്പോൾ ഈ വിശദീകരണ കുറിപ്പിലൊക്കെ ഏറെക്കുറെ സർക്കാർ തൃപ്തരാണ്. കാരണം കൃത്യമായ ഏതൊക്കെ രീതിയിലാണ് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ അന്തിമ അംഗീകാരം, അതാണ് ഏറ്റവും പ്രധാനം. സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. പ്രാഥമികമായ കരാർ മാത്രമാണ് ഇപ്പോൾ MSCയുമായി ഉണ്ടാക്കിയത്. മാത്രമല്ല ഒരിക്കൽ പോലും MSCക്ക് ഇങ്ങനെ ഒരു 40% ഓഹരി വിറ്റഴിക്കുന്നു എന്ന കാരണത്താൽ MSCക്ക് ഒരിക്കലും വിഴിഞ്ഞം തുറമുഖത്തിന് കുത്തകാവകാശം വരില്ല. മത്സരാധിഷ്ഠിതമായി എല്ലാ കമ്പനികൾക്കും ഇവിടെ വന്നു പോകാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും MSCക്ക് കുത്തകാവകാശം നൽകില്ല എന്ന് ഉറപ്പൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ അത് അത്തരം ഉറപ്പുകളൊക്കെ ഒരു കരാറായി എഴുതി നൽകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് സർക്കാർ തലങ്ങൾ മുന്നോട്ട് വരുന്നത്. അതായത് ഇതൊക്കെ തന്നെ ഒരു വിശദീകരണ കുറിപ്പ്, ഇതൊക്കെ ഒരു വാക്കാൽ പറയുന്ന ഉറപ്പുകളാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു എഗ്രിമെന്റ് ആയി വെക്കണം. അതായത് ഒരു സപ്ലിമെന്ററി കരാർ, നിലവിലുള്ള ഒരു കരാറിനപ്പുറത്തേക്ക് സർക്കാരും അദാനി ഗ്രൂപ്പ് തമ്മിൽ വീണ്ടും ഒരു സപ്ലിമെന്ററി കരാർ, അതായത് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ഓഹരികൾ വിറ്റഴിക്കാം എന്നുള്ള കരാറിന്മേലാണ് മറ്റു വിദേശ കമ്പനികൾക്ക് അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിറ്റഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ 25% അപ്പുറത്തേക്ക് വിറ്റഴിക്കുമ്പോഴാണ് അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്ന വിഷയമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ മുൻനിർത്തി വീണ്ടും ഒരു സപ്ലിമെന്ററി കരാർ കൂടി വെക്കണം എന്നൊരു ആലോചന, അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തു നിന്നുള്ള എതിർചേരികളൊക്കെ തന്നെയും കൃത്യമായി നിശബ്ദരാക്കാൻ, അല്ലെങ്കിൽ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട്, എല്ലാവരുടെ ആശങ്കകളും കണക്കിലെടുത്തുകൊണ്ട് വളരെ സുതാര്യമായും വളരെ കാര്യക്ഷമമായും ഇത് മുന്നോട്ട് പോയാൽ മതി എന്നൊരു ആവശ്യം വരുന്നു. ഉറപ്പായും ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം വരുമ്പോൾ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമോ എന്നതിനപ്പുറത്തേക്ക് അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭ യോഗയും വിഷയം സമഗ്രമായി പരിശോധിക്കുകയും ചർച്ചയാവുകയും ചെയ്യും. എന്തായാലും ഒരു സപ്ലിമെന്ററി കരാർ. ശരി അൺഫിലിറ്റ്, എന്തായാലും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒരുപോലെ സമ്മർദ്ദം ശക്തമാകുമ്പോൾ അടുത്ത മന്ത്രിസഭയിൽ ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് VD സർക്കാർ. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.